രാവിലെ നമ്മൾ ആഞ്ജനേയ ഭഗവാനോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് നേരെ കോളേജിലേക്ക് പോവാണ്. ഇന്ന് 7 മണിക്കായിരുന്നേ ക്ലാസ്. അപ്പൊ ഹോസ്റ്റലിൽ ഫുഡൊന്നും റെഡി ആവാത്തത് കൊണ്ട് നമ്മൾ ഒരു കടയിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ കോളേജിലേക്ക് പോയേട്ടോ. പിന്നെ വയറ് വിശക്കുമെന്ന് നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് ഒരു ബിസ്ക്കറ്റ് കൂടെ നമ്മൾ വാങ്ങി വെച്ചിട്ടോ. അപ്പൊ ബ്രേക്ക് കിട്ടിയപ്പോ നമ്മൾ അതങ്ങ് എടുത്ത് കഴിച്ചേ. അങ്ങനെ ഇന്നത്തെ 11 മണി വരെയുള്ള ക്ലാസ്സിന് ശേഷവും പിന്നെ ഇന്ന് ഔട്ടിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ നേരെ പള്ളിയിലേക്കാട്ടോ പോയത്. നമ്മുടെ കോളേജിന്റെ തൊട്ടടുത്താണ് ഈ ഒരു പള്ളി. അപ്പൊ നമുക്ക് നടന്നു വരാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ കഴിഞ്ഞ പോയ സൺഡേയും പള്ളിയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ക്ലാസിന്റെ ഒക്കെ ടൈമിങ്സ് കാരണം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ കുർബാനയൊക്കെ കേട്ട് കർത്താവിനോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ. ഔട്ടിംഗ് ടൈം 2 മണി വരെ ആയിരുന്നു. ഇപ്പൊ തന്നെ സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാന്നൊക്കെ പ്ലാൻ ഇട്ടാണ്. പക്ഷെ ടൈം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാനാ. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നേരെ ഹോസ്റ്റലിലേക്ക് പോകാന്നായി. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു അമ്മയുടെ കടയിൽ നിന്ന് കുറച്ച് പഴവും പിന്നെ കുറച്ച് ഓറഞ്ചും ഒക്കെ വാങ്ങി കേട്ടോ. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അങ്കിള് കുറച്ച് പപ്പായ ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് പപ്പായ വാങ്ങിയിട്ട് ഇവിടെ 1 കിലോയ്ക്ക് 30 രൂപയായിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതേ അഖിലയുടെ ബാഗിൽ കുത്തി നിറയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴേ വഴി വെച്ച് സ്വാതിയെ കണ്ടേ. അവളിൽ നിന്ന് നാട്ടിലേക്ക് പോവാ. അവള് നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നതേ ഭയൊക്കെ പറഞ്ഞു പോവാ. പിന്നെ ദേ അവളെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കതേ നോക്ക് റോഡിലൂടെ പശു നടക്കുന്നത് എന്താ അല്ലേ. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ വേഗം ഹോസ്റ്റലിൽ എത്തി കേട്ടോ. കറക്റ്റ് സമയത്തായിട്ട് നമ്മൾ എത്തി. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാവേ. ബൈ ബൈ.